ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കുറേ നാളായി നമ്മളങ്ങനെ ഇന്ന് കറങ്ങിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം കൊടിയങ്കാല എന്ന് പറയുന്നു. കൊടിയങ്കാലാണ്. കൊടിയങ്കാല എത്തിയാന്ന് നമുക്ക് തോന്നല്ല, പക്ഷേ അങ്ങോട്ട് പോണ വഴിയിലുള്ള സ്ഥലമാണ് ഗൈസ്. നമ്മൾ എല്ലാവരും ഉണ്ട്. ഒരാൾ അങ്ങ് അത് കാണാൻ പറ്റില്ല. കറങ്ങാൻ വന്നപ്പം വെള്ളമുള്ള സ്ഥലത്ത് കറങ്ങാൻ വന്നപ്പോൾ ഷൂട്ട് ഉണ്ടെന്ന മഹാനാണ് ഗൈസ് ആ മോളിൽ നിൽക്കുന്നത്. അതിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് നോക്കൂ ഗൈസ്, അവനെ കിട്ടിയ ഭാഗ്യം. ഇതോ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന ഒരു മഹാനെ കണ്ടോ, ഹെൽമെറ്റും വെച്ച്. അയാളാണ് ആ പറഞ്ഞ വ്യക്തി. നമ്മൾ പൊടിയങ്കാല എത്തിയില്ല ഗൈസ്. പൊടിയങ്കാലയിലോട്ട് ഇങ്ങോട്ട് പോണ വഴി നല്ലൊരു വ്യൂ ഉണ്ടപ്പോൾ നമ്മൾ നിർത്തി ഇങ്ങോട്ടേക്ക് എടുത്ത് ഒരു കുളി. ഒരു ചാടി നോക്കാൻ വിചാരിച്ച് മുതലുണ്ടെന്ന് പേടിച്ച് നമ്മളാരും ചാടുന്നില്ല. ഇവിടെ ചൂണ്ടിട്ടാ മീൻ കിട്ടുമോ? അടുത്തത് കുറച്ചു നേരം നമ്മളെ ചൂണ്ടിട്ട് പിടിക്കും. അവിടെ ആരൊക്കെ ചൂണ്ടിടുന്നു കൈ. അവിടെ നിന്ന് ചൂണ്ടുന്നത് ആരാണ് അത് ഇടുന്നത്? നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് കൈ. നമ്മൾ സ്വിറ്റ്സർലാൻഡിലെത്തി. മിനി സ്വിറ്റ്സർലാൻഡ് എത്തി. പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് മുങ്ങിപ്പോയി. നമ്മൾ മുങ്ങിപ്പോയ സ്വിറ്റ്സർലാൻഡാണ് ഗൈസ് എത്തിയത്. സ്വിറ്റ്സർലാൻഡിൽ മുങ്ങിപ്പോയെങ്കിൽ വെയിലുള്ള സ്ഥലത്ത് വരണം, വെയിലുള്ള സമയത്ത് വരണം. ഏപ്രിലിൽ വരിക. അപ്പോൾ അത് ഒരു തുള്ളി വെള്ളം കാണൂല. ഇപ്പം മൊത്തം വെള്ളമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ 4 പേര് മുങ്ങിക്കൊണ്ട് 4 പേരും എത്തിയിരിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡ് ഇത് തന്നെ ഉദ്ദേശിച്ചത്, പക്ഷേ വെള്ളം കയറി സ്വിറ്റ്സർലാൻഡ് ആയിപ്പോയി. അല്ല, അവിടെ ചെന്നിട്ട് നമ്മൾ പേരൊക്കെ എഴുതി കൊടുത്തിട്ടാണ് കയറണം. ഓ ഡാമില് ഓൾറെഡി കയറിയല്ലോ. സ്വിറ്റ്സർലാൻഡ് ചിലന്തി ഗൈസ്. ചിലന്തി കയ്യിൽ കത്തിരിയുണ്ട് നമുക്ക്. സ്വിറ്റ്സർലാൻഡ് കാണിച്ചോ. അവിടെയാണ് സ്വിറ്റ്സർലാൻഡ് പറഞ്ഞത്, പക്ഷെ വെള്ളം കയറി കിടക്കുകയാണ്. ഇതാണ് ഉദ്ദേശിച്ച സ്വിറ്റ്സർലാൻഡ്. പക്ഷെ കണ്ട തോടല്ല മറ്റേ ആറ് പോലെ ഇരിക്കും. ഇതാറ് വെള്ളം പറ്റിയിട്ട് നമ്മളിന്ന് സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ടേ പോകണോ കൈസ്. നമ്മളിനി അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് വീഡിയോ എടുക്കാൻ കൈസ്. ഡാമിലോട്ട്. ഹലോ ഗൈസ്, നമ്മളത് പേപ്പാറ ഡാമിലെത്തിയിട്ടുണ്ട്. ഡാമിൽ ഇറങ്ങല്ലെന്നാണ് പറഞ്ഞാൽ. ഇവിടെ മുതലയും ചെമ്പല്ലിയൊക്കെ ഉണ്ട്. നോക്കൂ ഗൈസ്, ഡാമിൻ്റെ വഴി ഇങ്ങനെ കാണിച്ചു തരാനേ പറ്റുള്ളൂ. അതിലെ കൂടെ നടന്ന് കാണിക്കാൻ പറ്റൂല ഗൈസ്. ഡാമിൽ കയറല്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചാടണം. ഇനി അകത്തോട്ട് കയറ്റി വിടൂലല്ലോ വണ്ടി. നോക്കൂ ഗൈസ്, പേപ്പർ എൻട്രി ഒക്കെ കാണിച്ച് നമ്മൾ മറന്നുപോയി. നമ്മൾ നേരെ സ്പോണായി ഇവിടെ വന്നതാണ്. നമ്മൾ ഡാമിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതാ നോക്കൂ, ഞാൻ കടലിൽ ഞാൻ വെള്ളത്തിൽ നിൽക്കും പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്, പക്ഷേ ഞാൻ കരയിലാണ്. ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഗൈസ്, ഇവിടെ കയറ്റി വിടില്ല. ഹലോ ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ ഇരുന്ന് സമരം പ്രഖ്യാപിക്കും. നാളെ ഇവിടെ നിന്ന് നമ്മൾ കണ്ടിട്ടേ പോകണോ. ഇവിടെ കിടന്ന് ഉറങ്ങും. ഇവിടെ ടെൻ്റ് അടിക്കാൻ പോകും. ഇതിനകത്ത് കയറി കിടന്ന് ഉറങ്ങാൻ പോകും. ക്ലാസിക് ബാൻഡ്. ഓക്കെ, ഈ വ്യൂ പോയിന്റ് കൊള്ളാൻ കഴിയും. അടിപൊളി. ഒന്നും പറയില്ല. അമേസിങ്. ഞാൻ അടുത്ത സ്ഥലത്തെത്തുമ്പോൾ കാണാൻ കഴിയും. ഓക്കെ, നോക്കൂ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ക്വാളിറ്റി. അങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെ ഒരു ഇതെടുക്കാം. ഞാൻ പറഞ്ഞത് മറ്റേ ഇത് അങ്ങനെയല്ല, എല്ലാത്തിൻ്റെ മറ്റേ അതൊന്നും നമുക്ക് മരിച്ചാൽ കൂട്ടിയിട്ടുള്ള സ്ഥലം വരെ ഉണ്ട് കേട്ടോ. 1.6 മില്ലിമീറ്റർ. നമ്മളടുത്ത് കേരളം എന്ന് പറഞ്ഞിട്ട് ആ മാമൻ കയറി ഗൈസ്. നമ്മളെ കേട്ടോ മാമ. നമ്മളടുത്ത് കേരളം എന്ന് പറഞ്ഞിട്ട് ആ മാമൻ കയറി ഗൈസ്. അപ്പൊ നമ്മൾ ടിക്കറ്റ് പോലും എടുക്കാതെ വന്നത്. നമ്മളെ കയറണം. ഈ ഫോട്ടോ ആയിരിക്കും വേണോ? അങ്ങനെ ഇവിടെ നിന്നപ്പോൾ ചോദിക്കാനുള്ളായിരുന്നു. വീഡിയോ കാണിക്കാം, ഫോട്ടോ എടുക്കാം. ഓ
ബിഹൈൻഡ് ദ സീൻസിന്റെ ബിഹൈൻഡ് ദ സീൻസ്. മാമോയ് കേട്ടോ നമ്മളെ കേട്ടില്ലെങ്കിൽ 2 ആന നമ്മൾ കൊണ്ടുപോകും. എങ്ങനെയൊക്കെ എന്തിനൊക്കെ PFC ബോയ്സ് ഹലോ ഗൈസ്. നമ്മൾ തേഞ്ഞു ഗൈസ്. നമ്മളെ കയറ്റി വിട്ടില്ല, അങ്ങനെ ഞാൻ ഇറക്കും. അങ്ങനെ നമ്മളെ കയറ്റിവിടാതെ ആള് പക്ഷെ അങ്ങേറി കയറി. എവിടെ അങ്ങേരി? മാമൻ പോയാ? അയ്യോ അങ്ങനെ ചാടിയാ ഇനി കയറി ചാടിയാ? അവിടെ ഉണ്ടല്ലോ അല്ലേ? അവിടെ ഉണ്ട് ഗൈസ്. ചാടിയില്ല. ഒരു മുട്ട തലാണ്ടില്ലേ? നോക്ക് ഗൈസ്. തന്നല്ലേ രാവിലെ എണീച്ച് ഇങ്ങോട്ടൊന്നും മതിയായിരുന്നു. ഗൈസ് നോക്കൂ ഗൈസ്, ഇതാണ് എൻട്രൻസ് നോക്കൂ ഗൈസ്. നോക്കൂ ഗൈസ്, ഇവിടെ ആരും വരലും ഗൈസ്. ഇവിടെ ഡാമിനകത്ത് കയറ്റി വിടില്ല ഗൈസ്.